വീടിന്റെ മതിലിടിഞ്ഞ് വീണ് 4 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കോഴിക്കോട് ഫറോക്ക് ചുങ്കത്താണ് അപകടം. ഓട നിർമ്മാണത്തിനിടെ തൊട്ടടുത്ത വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. സ്റ്റേജിന്റെ സൈഡാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ആ കല്ലും ആ മണ്ണും ഒക്കെ പാടെ അവരെ മേത്തേക്ക് പോകുന്നു. അപ്പത്തിന് ആ ഇന്ത്യക്കാർ തന്നെ ആയിരുന്നു. അപ്പോൾ അവരെ ആർക്ക് ഭയങ്കര കരച്ചിൽ, ഒച്ചപ്പാട് കേട്ട് ഓടി വന്ന് നോക്കിയപ്പോൾ ഒക്കെ അവര് അതിൻ്റെ അടിയിലായിരുന്നു. മുകളിൽ മുഴുവൻ കല്ലും സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഓടി വന്ന് അപ്പോൾ അതിന് വണ്ടി കിട്ടുക, ആംബുലൻസ് കിട്ടില്ല, ഒരു വണ്ടി കിട്ടുന്നില്ല. അപ്പം തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കാറുണ്ട്, കാറ് എനിക്ക് ഓടിക്കാൻ അറിയില്ല. അങ്ങനെ ഞാൻ മഹസൂമ എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചു. അവൻ തന്നെ പെട്ടെന്ന് ഓടി വന്ന് അപ്പം തന്നെ ആ കാറെടുത്ത് ഞങ്ങളെല്ലാവരും കൂടി നാട്ടുകാരൊക്കെ പാടെ കൂടി അത് രക്ഷപ്പെടുത്തി. അനീസലിയുണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസലി, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? ഈ തൊഴിലാളിയുടെ പരിക്ക് എങ്ങനെയുണ്ട്? ഇന്ന് ഫറോക്ക് ചുങ്കത്ത് ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇത് മതിൽ നിർമ്മിക്കുന്നതിനിടെയല്ല, ആ ഡ്രെയിനേജ് നിർമ്മിക്കുന്നതിനിടെ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗമായുള്ള വർക്കാണ് ഈ 4 ഇതര സംസ്ഥാന തൊഴിലാളികൾ നിർവഹിച്ചിരുന്നത്. ആ സമയത്ത് മതിൽ ഇടിഞ്ഞു വീഴുകയും ഈ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 6 പേരാണ് ജോലിക്കുണ്ടായിരുന്നത്. 6 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഒരു വീടിന്റെ മതിൽ ഈ ഡ്രെയിനേജിനോട് ചേർന്നുണ്ടായിരുന്നത് ഇടിഞ്ഞ് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇതിൽ 4 പേർക്ക് പരിക്കേറ്റു, 2 പേര് രക്ഷപ്പെട്ടു. അതിൽ ഈ 4 പേരിൽ 2 പേരുടെ നിലയാണ് ഒരല്പം ഗുരുതരം. എങ്കിൽ പോലും അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വലിയ പ്രയാസങ്ങളില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. 2 പേർക്ക് നിസ്സാര പരിക്കുകളാണ് ഉണ്ടായിരുന്നത്. അതേസമയം മറ്റു 2 പേർ മറ്റൊരു സ്ഥലത്ത് മാറി നിൽക്കുകയായിരുന്നതുകൊണ്ട് അവർക്ക് അപകടം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ന് വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിഴക്കി ഇവർ രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ ഡ്രെയിനേജിനിടയിലേക്ക് വീണതോടുകൂടി ഇവരുടെ മേലേക്ക് നേരെ ഭാരം ഈ മതിൽ നേരെ ഇവരുടെ ശരീരത്തിൽ വന്ന് വീണില്ല എന്നതാണ് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമായത്. എന്തായാലും ഇപ്പോൾ 4 പേരും സുഖം പ്രാപിച്ചിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ശരി, ടി അനീസലിയാണ് വിവരങ്ങൾ നൽകിയത്.